ഇത് മാസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ കയറ്റിയതാണ്. ജനറൽ സർവീസാണ്. നമുക്ക് കൃത്യമായിട്ട് ചെയ്തു പോകുന്ന വണ്ടിയാണത്. ഏകദേശം 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ പുതിയ ലൈനറാണ്, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ കമ്പനി ലൈനർ തന്നെയാണ് കേട്ടോ. ഹബിൻ്റെ ഭാഗമൊക്കെ ആയാലും വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല, തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാൻ മതി. ടയറൊക്കെ ആയാലും അത്യാവശ്യം കണ്ടീഷൻ ടയറാണ്. ചെയിനൊക്കെ ചെറുതായിട്ട് ലൂസായിട്ടുണ്ട്, അപ്പോൾ പുതിയ ചെയിനാണ്, ഒന്ന് ടൈറ്റ് ചെയ്ത് കയറ്റിയത്. പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി 2023 മോഡൽ ബാറ്ററിയാണ് ഇരിക്കണേ, ആമറോണിൻ്റെ ബാറ്ററിയാണ്. അതിൻ്റെ ബോൾട്ട് നമ്മൾ നോക്കുമ്പോൾ 12.92 റേഞ്ചിൽ വോൾട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ കംപ്ലയിൻസ് എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. 2023 എന്ന് പറയുമ്പോൾ വാറണ്ടിയിലുള്ളതാണ്, എങ്കിൽ പോലും നമുക്ക് സർവീസിനകത്ത് ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ കൂട്ടത്തിയുടെ ചെയ്തെന്നുള്ളൂ കേട്ടോ. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ എയർ ഫിൽറ്ററും കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. നമുക്ക് മാറ്റേണ്ട ഒരു ടൈമിലേക്ക് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഈ എൻജിൻ ഹെഡിൻ്റെ ഭാഗം നമുക്ക് 30,000 കിലോമീറ്ററിലേക്കാണ് ശരിക്കും അഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ റിങ്സ് കിട്ടാനായിട്ട് ഇച്ചിരി ഷോർട്ടേജ് വന്നതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ വർക്ക് പെൻഡിങ് നിർത്തിയാണ്. അപ്പോൾ ഞാനത് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇനി അടുത്ത സർവീസ് വരെ ചെയ്യാൻ നോക്കണ്ട, അതിനിടയിൽ നമുക്ക് ഐറ്റം ഞാൻ അറേഞ്ച് ചെയ്തിട്ട് വിളിക്കാം. അപ്പോൾ ഒന്ന് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊന്ന് അഴിച്ച് മാറ്റാം. അതിനകത്ത് മെയിനായിട്ടുള്ള കേസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് നമ്മൾ കയറ്റി അഴിക്കാമെന്ന് വെച്ചാലും എഞ്ചിൻ ഹെഡിൻ്റെ ഈ മോഡൽ വണ്ടിയുടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഹെഡ് അഴിക്കുന്ന സമയത്ത് ഇപ്പോൾ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹെഡിൻ്റെ ആ ഭാഗത്തുനിന്ന് ഒരു ചെറിയ സൗണ്ട് വേരിയേഷൻ ഉണ്ട്. അത് വാൽവിൻ്റെ ഗൈഡിന് തന്നെ തേമാനം കൊണ്ടുള്ളതാണ്. അത് നമുക്ക് ഈ എഞ്ചിൻ്റെ ഡിസൈൻ ഈ മോഡലിലേക്ക് വെർട്ടിക്കൽ ടൈപ്പിലേക്ക് വരുന്ന സമയത്ത് ആ മോഡൽ വണ്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കംപ്ലയിൻ്റാണ്. കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രീതി എങ്ങനെയാണ്, ഹീറ്റിംഗ് വന്ന ഭാഗമായതുകൊണ്ട് തന്നെ എക്സോസ്റ്റ് വാൽവിൻ്റെ ഗൈഡിന് തേമാനം വരാറുണ്ട് സാധാരണ. അപ്പോൾ ഇതിന് ഓൾറെഡി ഇപ്പോൾ സൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ അഴിക്കണ കൂട്ടത്തിൽ അതും കൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കണക്കാക്കി അഴിക്കണം. അപ്പോൾ ചിലപ്പോൾ ഒരു വർഷം നമ്മളൊന്ന് വെച്ചാൽ അന്ന് തന്നെ ചിലപ്പോൾ തരാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഞാൻ ലെയ്ത്തിൽ കൊടുത്ത് ചെയ്യേണ്ട കേസാണ് വാൽവ് ഗൈഡ് മാറ്റാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ സ്കിപ്പ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ദിവസം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒന്ന് പറയാം, അതനുസരിച്ചിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ഈ എയർ ഫിൽറ്ററും പ്ലഗൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം. ഇപ്പോൾ നമുക്ക് തൽക്കാലം മാറ്റേണ്ട, ആ കൂട്ടത്തിൽ ചെയ്താൽ മതി. പിന്നെ എൻജിൻ ഓയിൽ ഇപ്പോൾ കൂടുതൽ ചെയ്ത് പോകുന്നുണ്ട്, മാറ്റുന്നുണ്ട്. ഓയിൽ വേറെ കുഴപ്പമൊന്നുമില്ല, ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല, മാറ്റേണ്ട കിലോമീറ്ററാണ്. അതേപോലെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, അത് കേബിൾ പൊട്ടിപ്പോയാണ്, ഇന്നർ പൊട്ടിയാണ്, അത് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം. പിന്നെ നിലവിൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ ഭാഗമൊക്കെ നമ്മൾ നോക്കുമ്പോഴും ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറാണ്, പുതിയ ടയർ, വലിയ പഴക്കമായിട്ടില്ല. നമുക്കതിൻ്റെ ബ്രേക്കിൻ്റെ ഭാഗത്തേക്ക് വരുന്നുണ്ട്, ഡിസ്ക് ബ്രേക്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് തീർന്നിട്ടുണ്ട്, അത് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം. പിന്നെ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ ലിവറിൻ്റെ ഈ ഭാഗത്ത് പ്ലേറ്റിൻ്റെ സൈഡിൽ വരുമ്പോഴത്തേക്ക് നോക്കിയാൽ ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം കണ്ടോ. ഇത്രയും ഭാഗം ഈ ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് പാഡ് പിടിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ പ്ലേറ്റിന് ചെറിയൊരു ബെൻഡ് വന്നിട്ടാണ് ആ പ്രശ്നം കാണിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല, ചെറിയൊരു ബെൻഡ് ഉണ്ട് അതിന്. അത് നമുക്ക് ആ ലിവറുമ്പോൾ പിടിക്കുമ്പോൾ അറിയാൻ പറ്റും, ലിവർ ചെറുതായിട്ട് ഇതിങ്ങനെ ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കും, അതാണ് അതിൻ്റെ ലക്ഷണം കാണിക്കുക. അപ്പോൾ നിലവിലിപ്പോൾ എന്തെങ്കിലും ബ്രേക്ക് പാഡ് മാറ്റിയിടാം. നമുക്കിപ്പോൾ പ്ലേറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു 1,500 താഴെ അതിന് മാത്രം കോസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ നോക്കാം, അത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഓൾറെഡി നിലവിൽ കംപ്ലയിൻ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പ്ലഗിൻ്റെ കേസായാലും നമുക്ക് പ്ലഗ് ആ കൂട്ടത്തിൽ നമുക്ക് ഹെഡ് അഴിക്കുമ്പോൾ ആ കൂട്ടത്തിൽ മാറ്റിയാൽ മതി. അപ്പോൾ നിലവിൽ നമുക്ക് പൊല്യൂഷൻ്റെ ടൈമിൽ ഡേറ്റ് കഴിഞ്ഞെടുക്കാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഇപ്പോൾ നിലവിൽ പൊല്യൂഷൻ എടുക്കാം, നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. പൊല്യൂഷൻ ഓൾറെഡി നമുക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കാം. ഹെഡിൻ്റെ കേസ് ഈ പറഞ്ഞ രീതികൾ നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ ഡേറ്റും പ്രകാരം ഞാൻ ബുക്ക് ചെയ്തിട്ടൊന്ന് വിളിക്കാം. അപ്പോൾ ഒന്ന് കൊണ്ടുവന്ന് വെച്ചാൽ മതി കേട്ടോ. അതൊരു ദിവസം 2 ദിവസം വെക്കാൻ കണക്കാക്കി തന്നെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ചാൻസ് ഗൈഡിന് കംപ്ലയിൻ്റ് ഉണ്ട്, അപ്പോൾ അത് ചെയ്ത് കിട്ടാനായിട്ട് താമസം വന്നാൽ അതനുസരിച്ചിട്ട് വൈകും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് വേണം നമുക്ക് തരാനായിട്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തേക്കാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ.